മനീഷ് മൽഹോത്ര വരെ ഡിസൈൻ ചെയ്ത് ഇട്ട കല്യാണം ഞാൻ ഡിവോഴ്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ആ പെങ്കൊച്ചിന് ആ സമയത്ത് എന്തോ ഉണ്ടായിരുന്ന ഒരു ക്രഷ് കാരണം ആ ഒരു മൊമെന്റിൽ എന്തോ സംഭവിച്ചു പോയി, വേറെ റിലേഷൻഷിപ്പ്. പക്ഷേ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ തകർന്നടിഞ്ഞു പോയി ആ ബന്ധം. ഒരിക്കലും ഇനി അവർക്ക് എത്ര ശ്രമിച്ചാലും അത് ആ പഴയ ആ റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ പറ്റുമോ? ഈ രണ്ടു പേർക്കും ആ സ്നേഹം ഉണ്ടായിരുന്നു. അല്പ സന്തോഷത്തിന് കരുതി വലിയൊരു ദുഃഖം വന്നു. ആ റിഗ്രറ്റ് അവൾക്കും ഉണ്ട്. നഷ്ടപ്പെടുത്തി കഴിഞ്ഞിട്ട് പിന്നെ അത് ഒരിക്കലും അത് ആ പളുങ്ക് പോലെ പൊട്ടിപ്പോയി. ആ സാധനം അതിന് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വന്നത് ഹസ്ബൻഡാണ്. ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന സെലിബ്രിറ്റിയുടെ കല്യാണ ആഘോഷമാണ്. പ്രസവം ഷൂട്ട് ചെയ്ത് വിട്ടാലും അവർ ഉണ്ടാക്കുന്നത് പൈസയാണ് അതിൽ നിന്ന്. എനിക്ക് സ്വന്തമായിട്ട് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞു പോകുന്നതൊക്കെ എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്ക് അറിയത്തില്ല. വെഡിങ്ങിന്റെ ആ ആഘോഷം തന്നെ ഭയങ്കര മോശമാണ്. ഹൽദി അത് ഇതെന്ന് പറഞ്ഞിട്ട് വെഡിങ് എന്ന് പറയുന്നത് ആഘോഷിക്കപ്പെടേണ്ടതാണ് അവർ രണ്ട് വ്യക്തികൾ. ഒരു കപ്പിളിന്റെ ഒരു ഐഡിയൽ ഏജ് ഡിഫറൻസ് അങ്ങനെ ഒന്നുണ്ടോ? ഇല്ലെന്നേ. പെണ്ണിന് ഏജ് കൂടിയിരിക്കണം കുറഞ്ഞിരിക്കണം അങ്ങനെയൊന്നുമില്ല. ഫിസിക്കൽ ഇൻറ്റിമസി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എല്ലാവരും പറയല്ലോ നമ്മളിതൊന്നും സെക്സ് ഒന്നും അല്ല എൻ്റെ വിഷയം, മനസ്സ് തമ്മിൽ പൊരുത്തപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞാൽ ഇല്ല, അതൊട്ടും അല്ല. മനസ്സും വേണം, ഇമോഷണൽ ബോണ്ടിങ് വേണം, അതേപോലെ ഫിസിക്കൽ അട്രാക്ഷൻ, ഫിസിക്കൽ ഇൻറ്റിമസിയും വേണം. നമ്മളൊരു റിലേഷൻഷിപ്പിലായിക്കഴിഞ്ഞാൽ അതിനകത്ത് 100% നമ്മൾ കമ്മിറ്റഡ് ആയിരിക്കണം. എക്സ്ട്രാ മാറ്റർ റിലേഷൻഷിപ്പ് ഒരു നിമിഷത്തെ ഒരു ആനന്ദമായിരിക്കാം, പക്ഷെ കൊടുക്കുന്ന വേദന അതിഭീകരമാണ്. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി. അതുപോലെ ഒരുപാട് എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് അതും നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അത് രണ്ട് പക്ഷത്തു നിന്നും. ഒരു പോയിന്റിൽ ചിലപ്പോൾ പറയും അത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സസ് അല്ലേ എന്നൊക്കെ പറയുന്നവരുണ്ട്. ബട്ട് ശരിക്കും എന്താണ് അതിനെ നോക്കിക്കാണുന്നത് എങ്ങനെയാണ്? അത് ചോയ്സ് അല്ല, അത് മിസ്റ്റേക്ക് അല്ലേ, അത് റോങ് അല്ലേ? ഇപ്പം നമ്മുടെ മുമ്പ് ഒരിക്കൽ ഷാറൂഖ് ഖാൻ പറഞ്ഞിട്ടുണ്ട്, ആരും കാണുന്നില്ല എന്ന്. എനിക്ക് തെറ്റ് ചെയ്യാം, എനിക്ക് വേണമെങ്കിൽ റിലേഷൻഷിപ്പ് വേറെ ആവാം, ആരും കാണുന്നില്ല, പക്ഷെ എന്നാലും ഞാനത് ചെയ്യില്ല. എങ്ങനെയെന്ന് വെച്ചാൽ എൻ്റെ പാർട്ട്ണറിനോടുള്ള ആ വിശ്വാസം, ആ സ്നേഹം, അത് അല്ലെങ്കിൽ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് അതുള്ള ഒരാൾ ഒരിക്കലും അതൊരു ചോയ്സായിട്ട് എടുക്കില്ല. മനസ്സിലായി? ഇറ്റ്സ് ഓൾവേസ് എ മിസ്റ്റേക്ക്. അതൊരു ഒരിക്കലും ഒരു എന്ത് ന്യായീകരിച്ചാലും അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. വിവാഹം ആ ഒരു ബന്ധത്തിനോട് ചെയ്യുന്ന വളരെ ക്രൂരതയാണ്. ഇപ്പോൾ വൈഫ് ഒരാളുണ്ട്, അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട് ഉണ്ട്, അല്ലെങ്കിൽ ബോയ് ഫ്രണ്ട് ഉണ്ട്, ബെസ്റ്റി ഉണ്ട്. അപ്പോൾ അതിനൊക്കെ വളരെ നോർമലൈസ് ചെയ്ത് പോകുന്ന ഒരു സമൂഹത്തിന് അത്രയ്ക്ക് ഞാൻ പുരോഗമനം ആയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതെ, അത് ഒരു ബേസിക് ആയിട്ട് നമ്മുടെ മനസാക്ഷിയെ ആരെങ്കിലും പിന്നെ കുലസ്ത്രീ എന്ന് എന്തെങ്കിലും പറഞ്ഞാലും എനിക്ക് അത്രയ്ക്കങ്ങ് പുരോഗമനം പറ്റുന്നില്ല. നമ്മളൊരു റിലേഷൻഷിപ്പിലായിക്കഴിഞ്ഞാൽ അതിനകത്ത് 100% നമ്മൾ കമ്മിറ്റഡ് ആയിരിക്കണം. എക്സ്ട്രാ മാറ്റർ റിലേഷൻഷിപ്പ് ഒരു നിമിഷത്തെ ഒരു ആനന്ദമായിരിക്കാം, പക്ഷെ കൊടുക്കുന്ന വേദന അതിഭീകരമാണ്. അല്പസുഖത്തിന് വേണ്ടിയിട്ട് വലിയ ദുഃഖം വരുത്തി വയ്ക്കുന്നു എന്നുള്ളതുപോലെ. പിന്നെ അത് ട്രസ്റ്റ്. ഇപ്പോൾ എനിക്കൊരു വന്ന ഒരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ അത്ര സ്നേഹിച്ചിരുന്നു ആ പെങ്കൊച്ചിന് ആ സമയത്ത് എന്തോ ഉണ്ടായിരുന്ന ഒരു ക്രഷ് കാരണം ആ ഒരു മൊമെന്റിൽ എന്തോ സംഭവിച്ചു പോയി, വേറെ റിലേഷൻഷിപ്പ്. പക്ഷേ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ തകർന്നടിഞ്ഞു പോയി ആ ബന്ധം. ഒരിക്കലും ഇനി അവർക്ക് എത്ര ശ്രമിച്ചാലും അത് ആ പഴയ ആ റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ പറ്റുമോ? ഈ രണ്ടു പേർക്കും ആ സ്നേഹം ഉണ്ടായിരുന്നു. ബട്ട് ഒരാള് ഒരു ആ മൊമെന്റില് ഞാൻ പറഞ്ഞില്ല, അല്പ സന്തോഷത്തിന് കരുതി വലിയൊരു ദുഃഖം വന്നു. ആ റിഗ്രറ്റ് അവൾക്കും ഉണ്ട്, സംഭവിച്ചു പോയി എന്നുള്ളത്. ചിലപ്പോൾ മറ്റേ ആളുടെ അത്രമാത്രം ഇൻവോൾവ്മെന്റും ആയിരിക്കാം. എക്സ്ട്രാ റിലേഷൻഷിപ്പ് വന്ന ആളുടെ ഏതോ ഒരു സമയത്ത് അങ്ങനെ സംഭവിച്ചു. പക്ഷെ നമുക്ക് നഷ്ടപ്പെടുത്തി കഴിഞ്ഞിട്ട് പിന്നെ അത് ഒരിക്കലും അത് ആ പളുങ്ക് പോലെ പൊട്ടിപ്പോയി. ആ സാധനം അതിന് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വന്നത് ഹസ്ബൻഡാണ്. അയാൾക്ക് അത്ര താങ്ങാൻ പറ്റാണ്ടായിപ്പോയി വന്നിട്ട്. അപ്പം എന്തിനാണ് അത് നമുക്ക് മറ്റേ ഞാൻ പറഞ്ഞ പോലെ ഷാറൂഖ് ഖാൻ പറഞ്ഞ പോലെ നമ്മളെ മുമ്പേ ഉണ്ട്. പക്ഷെ ആ സമയം നമ്മളെ തന്നെ കൺട്രോൾ ചെയ്ത് നമ്മളെ തന്നെ അത് പിടിച്ചു നിൽക്കാൻ പറ്റുമെങ്കിൽ അതിനേക്കാളും ഒരു പവർ, സെൽഫ് പവർ എന്ന് പറയുന്നത് വേറെ ഇല്ല. റിലേഷൻഷിപ്പിനൊക്കെ അതിൻ്റെതായിട്ടുള്ളൊരു മര്യാദയും മാന്യതയും നമ്മൾ കൊടുക്കണം. ഈ സംശയം എന്ന് പറയുന്ന പലർക്കും ചിലപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം കിട്ടിയിട്ടായിരിക്കും അല്ലേ അവർ ഈ ഒരു വീണ്ടും അവർക്ക് പിന്നെ എന്ത് കണ്ടാലും സംശയം. വൺസ് ആ ട്രസ്റ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ എന്തും ചെയ്താലും സംശയമായിരിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോള് വന്നു കഴിഞ്ഞാൽ അയ്യോ അയാളായിരിക്കുമോ മറ്റേതായിരിക്കുമോ എന്ന് വെച്ചാൽ പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒരു വിള്ളൽ വീണ് കഴിഞ്ഞാൽ പിന്നെ മറ്റൊരാളുടെ ഡ്യൂട്ടിയാണ് ആ ട്രസ്റ്റ് തിരിച്ചെടുക്കുക എന്നുള്ളത്. അല്ലാതെ ഇയാളുടെ കുഴപ്പമില്ല. ഇയാൾ പിന്നെ സംശയരോഗിയായി എന്ന് പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. മറ്റൊരാളുടെ ആ ട്രസ്റ്റ് തിരിച്ചു കൊണ്ടുവരിക എന്ന് പറഞ്ഞിട്ട്. ഈ മെച്യൂരിറ്റി എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ടല്ലോ,
അതിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്? മെച്യൂരിറ്റി ഡസൻ കംസ് വിത്ത് ഏജ്. ഒരു പ്രായത്തിലല്ലേ. ഒരു 40 വയസ്സായ ഒരാളും 20 വയസ്സായ ആൾക്കും ഒന്നും ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. 40 വയസ്സായ ചിലപ്പോൾ 20 പോലെ മെച്ചുവറായിട്ട് നടക്കും. 20 വയസ്സായ ഒരു ചെക്ക് ചെയ്യുന്ന സ്വിഗ്ഗിയിലൊക്കെ ഓർഡർ ചെയ്ത് അവന് 10 പൈസ ഉണ്ടാക്കി അവനൊരു ഫാമിലി നടത്താനുള്ള അവനൊരു കപ്പാസിറ്റി ഉണ്ടാവും. മെച്യൂരിറ്റി എന്ന് പറയുന്നത് ചിലപ്പോൾ അവന് ജീവിതത്തോടുള്ളൊരു അവളായിരിക്കാം കാഴ്ചപ്പാട്, പ്രോബ്ലം സോൾവിങ് കപ്പാസിറ്റി, മറ്റേ ഞാൻ പറഞ്ഞ പോലെ ഒരു സെൽഫായിട്ട് അവനൊരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയെടുക്കുന്നുണ്ടല്ലോ. ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ വ്യക്തിയുടെ എൻ്റെ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണ്, എനിക്കൊരു ഡിസിഷൻ മേക്കിംഗ് പവർ ഉണ്ടോ, ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ, അതല്ലാതെ എന്തോ ആവട്ടെ എന്നുള്ള ഒരു രീതിയിൽ വീട്ടുകാർ പറയുന്നത് കെട്ടാം, ഞാൻ കെട്ടി, ആ ജോലിക്ക് പോകണം ഈ ജോലിക്ക് പോകണം, അതങ്ങനെയല്ല മെച്യൂരിറ്റി എന്ന് പറയുന്നത്. എനിക്കെന്താണ് വേണ്ടത്, നമുക്കൊരു ലക്ഷ്യം വേണം, നമ്മൾ എന്താണെന്ന് തിരിച്ചറിയണം. ഈവൻ സെക്ഷുവാലിറ്റി പോലും അതിപ്പം 40 കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ ചിങ്ങത്ത് കല്യാണം കഴിഞ്ഞ ഒരു പെൺകുട്ടി ഓഗസ്റ്റ് 17 കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് അറിയുന്നത് അവൾക്ക് വന്നിട്ട് സെക്ഷൽ റിലേഷൻ പറ്റുന്നില്ല. അപ്പൊ അവൾ തിരിച്ചറിഞ്ഞിട്ടില്ല അവളുടെ സെക്ഷുവാലിറ്റി എന്താണ്, അവൾക്ക് സെക്ഷൽ ആണോ, സെക്സ് ചെയ്യാൻ പറ്റുമോ ഇല്ലയെന്ന്. അവൾക്ക് അതിന് മുമ്പേ റിലേഷൻഷിപ്പോ ഒന്നും ഉണ്ടായിരുന്നില്ല, അയാൾ അടുത്ത് വരാൻ അവൾക്ക് പറ്റുന്നില്ല. അപ്പൊ ഇതൊക്കെ എന്ന് വെച്ചാൽ ആദ്യം നമ്മളെ മനസ്സിലാക്കൂ. മെച്യൂരിറ്റിയുടെയൊക്കെ ഭാഗം അത് തന്നെയാണ്. എന്താണ് ഞാനെന്ന് പറഞ്ഞ വ്യക്തി എന്താണ്, ഇതൊക്കെ ആദ്യം റിയലൈസ് ചെയ്യും. എൻ്റെ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണ്, ഇതൊക്കെ. നമ്മൾ കാതൽ സിനിമയില് ജ്യോതികയുടെ ഒരു അവസ്ഥ കണ്ടതുപോലെ അത്രയും നാള് ഒരു മാരേജ് ലൈഫില് വിരലെണ്ണാവുന്ന സമയത്ത് മാത്രമേ പുള്ളിക്കാരത്തേക്ക് ഒരു സെക്ഷൽ റിലേഷൻ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഒരാളുടെ എന്താ പറയുന്ന നല്ല പ്രായം മുഴുവനും അങ്ങനെ നിന്ന് പോയത് അത്തരം കേസുകൾ വന്നിട്ടുണ്ടോ? ഉണ്ട്, എനിക്ക് ഒരുപാടുണ്ടായിരുന്നു. ആ കാതലൊക്കെ വരുന്ന സമയത്ത് എല്ലാവരും അത് ആഘോഷിക്കുന്നു, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ആ സമയത്തും ഇതേപോലത്തെ സെയിം ഇത് വന്നിട്ടുണ്ട്. മറ്റെന്താ പറയുക, വീട്ടിലെ സെർവൻറ്റുമായിട്ട് ഹസ്ബൻഡിന് സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടായത് വൈഫ് കാണാനിടയായി, അങ്ങനെയൊക്കെയുള്ള കേസുകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൂവ് ചെയ്ത് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ മറ്റേ റിലേഷൻഷിപ്പ് പോലെ ഇതങ്ങനെയല്ല, ഞങ്ങൾ വേറെ സുഹൃത്തുക്കളാണ് എന്ന് പറഞ്ഞു വയ്ക്കും. ഇവർ തമ്മിലൊരു ചാറ്റാണെങ്കിൽ ഒരു സെക്ഷൽ ചാറ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അല്ലാതെ ഇവർ തമ്മിൽ അല്ലാതെ ഒരു സൗഹൃദ സംഭാഷണമൊക്കെ ഇവർ തമ്മിൽ സെക്ഷൽ റിലേഷൻഷിപ്പ് ആണെന്നെങ്കിലും പ്രൂവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ രീതിയിൽ വരാം. ഒരു കപ്പിളിൻ്റെ ഒരു ഐഡിയൽ ഏജ് ഡിഫറൻസ് അങ്ങനെ ഒന്നുണ്ടോ? ഇല്ലെന്നേ, ഒട്ടുമില്ല. അത് 2 ആൾക്കാർ തമ്മിലുള്ള വ്യക്തികളാണ്. അത് ഒരിക്കലും ഇല്ല. എനിക്കങ്ങനെ പെണ്ണിന് ഏജ് കൂടിയിരിക്കണം കുറഞ്ഞിരിക്കണം അങ്ങനെയൊന്നുമില്ല. മാനസികമായിട്ടും ശാരീരികമായിട്ടും ഫിസിക്കൽ ഇൻറ്റിമസി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എല്ലാവരും പറയല്ലോ നമ്മളിതൊന്നും സെക്സൊന്നും അല്ല എൻ്റെ വിഷയം, മനസ്സ് തമ്മിൽ പൊരുത്തപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞാൽ ഇല്ല, അതൊട്ടും അല്ല. മനസ്സും വേണം, ഇമോഷണൽ ബോണ്ടിങ് വേണം, അതേപോലെ ഫിസിക്കൽ അട്രാക്ഷൻ, ഫിസിക്കൽ ഇൻറ്റിമസിയും വേണം. അതിന് തന്നെ പ്രായമോ അതൊന്നും ഒരു വിഷയമേ അല്ല. വന്നിട്ട് മാരേജ് ആണ് എങ്കിൽ അതിനകത്തുള്ളൊരു സെക്സിന് അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് ഈ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും പെമ്പിള്ളേരുടെ അടുത്ത് പറഞ്ഞതാണ്. ഞാനിപ്പോൾ ഈ ലേറ്റസ്റ്റ് കേസിലാക്കട്ടെ, അയാൾ വന്ന് പെണ്ണ് കാണാൻ വന്ന സമയത്ത് അല്ലെങ്കിൽ ഒന്നൊരു കോഫി കുടിക്കാൻ പോകുമ്പോൾ ഒരു ഫിസിക്കലി അട്രാക്റ്റഡ് ആണോ, ഇയാളുമായിട്ടാണോ ഞാൻ റിലേഷൻഷിപ്പ് ആവാൻ പോകുന്നത്, അങ്ങനത്തെ ഒരു ഫീലിംഗ് എങ്കിലും എനിക്കുണ്ടോ, ഒന്ന് ജസ്റ്റ് ഒന്ന് ഒബ്സർവ് എങ്ങനെ ചെയ്യുന്നുണ്ട്. ചിലർക്ക് വന്നിട്ട് ഒരുപാട് ഹെയറി ആയിട്ടുള്ള ഒരു വ്യക്തിയെ ഇഷ്ടപ്പെടില്ല, അയാളെ ബോഡി ഓർഡർ ഇഷ്ടപ്പെടില്ല, തിരിച്ചാണെങ്കിലും ആവാം. മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അതിനുള്ളൊരു ഫേസ് കൊടുത്തില്ല. അപ്പോഴൊരു നോ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോടതി കേസ് എന്ന് പറഞ്ഞിട്ട് എന്തോരം പ്രശ്നങ്ങൾ ഒഴിവാക്കാമായിരുന്നു. അപ്പം നോ പറഞ്ഞു കഴിഞ്ഞിരുന്നെങ്കിൽ. ഞാൻ പേഴ്സണലി ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം. അപ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡും ഞങ്ങൾ സെയിം ഏജാണ്, ചെറുപ്പം മുതലേ റിലേഷനിലാണ്, അതായത് സ്കൂൾ പഠിക്കുമ്പോൾ മുതലേ, എന്നിട്ടാണ് നമ്മൾ വെഡ്ഡിങ് ഒക്കെ ആയത്. അപ്പോൾ അന്ന് മുതലേ ആയാലും പ്രായ വ്യത്യാസമില്ലാതെ എല്ലാവരും പറഞ്ഞിരുന്നത് 2 ആൾക്കും 2 മെച്യൂരിറ്റി ആയിരിക്കും. 20 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ മെച്യൂരിറ്റി ആയിരിക്കത്തില്ല 20 വയസ്സുള്ള ഒരു ആൺകുട്ടിക്ക്. അല്ലെങ്കിൽ 30 വയസ്സാകുമ്പോഴത്തേക്ക് ഈ പെൺകുട്ടി വേഗം വയസ്സാവും, ആൺകുട്ടി അപ്പോഴും ചെറുപ്പമായിട്ടിരിക്കും. ശരിക്കും എന്താണ് ഇതിന്റെ റിയാലിറ്റി? തിരിച്ച് ആ ചോദ്യം അങ്ങോട്ട് തന്നെ ചോദിക്കട്ടെ. ജീവിച്ചത് എങ്ങനെയല്ലേ, തോന്നുന്നുണ്ടോ? എനിക്കങ്ങനെ തോന്നുന്നില്ല, ഒട്ടും ഇല്ല അല്ലേ. അത് തന്നെയാണ് എനിക്ക് മറുപടി പറയാനുള്ളത്. ഒരിക്കലും ഇല്ല. ഏജ് വ്യത്യാസമായിരിക്കണം അങ്ങനെയൊന്നും ഒരിക്കലും ഇല്ല. എത്രയോ പൊട്ടത്തനം കാണിച്ചുകൊണ്ടുണ്ടെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാനെന്ന് നമ്മൾ വിചാരിക്കുന്ന അവൻ്റെ മൈൻഡിൽ മുഴുവൻ ബോയ് ആയിരിക്കും. മനസ്സിലായില്ലേ? ഇപ്പം എൻ്റെ മോൾ 22 വയസ്സേ ഉള്ളൂ എങ്കിലും ചില സമയത്ത് അവൾക്കൊരു 30-35 മെച്യൂരിറ്റി അവൾക്കുണ്ട്. അതേസമയം തിരിച്ചാണെങ്കിലും അങ്ങനെ ഉണ്ടാവണമെന്നില്ല. ഏജ് ഡിഫറൻസ്, ഒരു ഈക്വൽ ഏജ് അങ്ങനെ ഒന്നും ഇല്ല. അത് ഓരോരുത്തർ
വ്യക്തികളുടെ ഏജ് ഡസൻ മാറ്റർ അട്ടോൾ. മനസ്സിലായില്ലേ? അത് നമുക്കൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. ഇപ്പോൾ എനിക്കൊരു 50 വയസ്സായി, എനിക്ക് നാളെ ഇനി വേറെ എന്തെങ്കിലും ഒരു പ്രായം കുറഞ്ഞ ഒരാളോട് പ്രണയം തോന്നി അല്ലെങ്കിൽ ഇഷ്ടം തോന്നി കല്യാണം കഴിക്കണമെന്ന് തന്നെ ആരാണ് എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാനിരിക്കുന്നത്? അത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള എന്തുമ്പോൾ കിട്ടാനൊന്നും ഉദ്ദേശിക്കണമെന്നില്ല കേട്ടോ. എനിക്ക് സിംഗിൾ ലൈഫ് ഐ എം സോ ഹാപ്പി. എന്നാലും ഞാൻ പറഞ്ഞത് അതൊക്കെ നമ്മൾ സാധാരണ ആൾക്കാർ, ഇങ്ങനെ പഴയ ആൾക്കാരുടെ ചിന്താഗതികളാണ് അതൊക്കെ. അതെ. അതുപോലെ തന്നെ നമ്മൾ ഈ സ്ത്രീധനത്തിൻ്റെ കേസ് പറയുമ്പോൾ, അതായത് ഇപ്പോൾ ഈ പറയുന്ന പയ്യൻ ഇപ്പോൾ ചോദിച്ചില്ലെങ്കിൽ പോലും പെണ്ണിൻ്റെ വീട്ടുകാർ അവരുടെ ഒരു എന്താ പറയുക അഭിമാനം ഇതാണ്, അതിപ്പോൾ അത് നിർത്താതെ വീണ്ടും 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 ഉള്ളവർ വീണ്ടും വീണ്ടും അങ്ങനെ ചെയ്ത് അതൊരു എന്താ പറയുക ഒരു അഭിമാനത്തിൻ്റെ പ്രശ്നമാണ് ആ രീതിയിൽ കൊണ്ടുപോകുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതി നോക്കുകയാണെങ്കിൽ ഈ പെൺവീട്ടുകാരും അത് പ്രൊമോട്ട് ചെയ്യുക ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ പെൺകുട്ടികൾ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇത്രയും വേണ്ട, അല്ലെങ്കിൽ ഞാൻ ഇതിണ്ടെന്ന് പറഞ്ഞു. ശേഷം ആൾക്കാർ ബന്ധുക്കൾ വരുമ്പോൾ എന്ത് ചോദിക്കും, അല്ലെങ്കിൽ ആൾക്കാർ എന്ത് പറയും, ഒന്നും കൊടുത്തില്ലേ എന്നുള്ള രീതിയിൽ ചോദിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കാഴ്ചപ്പാട് മാറിയേ പറ്റുള്ളൂ, സമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് മാറിയേ പറ്റുള്ളൂ. എന്തോ ഒരു പ്രസ്റ്റീജ് ഇതുപോലെയാണ് ഒരു കാർ മറ്റേ വെഡ്ഡിങ് ഡേയിൽ വന്ന് വെഡ്ഡിങ്ങിൻ്റെ ആ ആഘോഷം തന്നെ ഭയങ്കര മോശമാണ്. ഹൽദി അത് ഇതെന്ന് പറഞ്ഞിട്ട് വന്നിട്ട് ഇടയ്ക്ക് ഇനി ഗ്രേസ് ആൻ്റണിയുള്ള നമ്മൾ ആർട്ടിസ്റ്റ് കല്യാണം കഴിച്ചത് എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെയൊക്കെ നമ്മൾ അവരെയൊക്കെയാണ് സെലിബ്രേറ്റ് ചെയ്യേണ്ടത്. സ്ത്രീധനം എന്ന് പറയുന്നത് എന്താ, 1961 ഡവറി പ്രൊഹിബിഷൻ ആക്ട് വന്നതാണ്. ഇപ്പോൾ 2025 അത് നിൽക്കുന്നു. മനസ്സിലായില്ല? അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പാരൻസിനെ ഒന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല. അവരുടെ ഒരു ബിൽട്ടായിട്ടുള്ളൊരു സിസ്റ്റം തന്നെ നിലനിൽക്കുന്നുണ്ട്. അതൊക്കെ വേണമെന്നുള്ളത് രീതിയിൽ മാറേണ്ടത് നമ്മുടെ ഇപ്പോഴത്തെ പിള്ളേർ മാറാം, ഇപ്പോഴത്തെ കുട്ടികൾക്ക് മാറാം. അതിന്റെ ആവശ്യമില്ലമ്മ. അല്ലെങ്കിൽ ഒക്കെ ആണെങ്കിലും ഇതുപോലെ നമ്മുടെ കയ്യിലുള്ള പൈസ വെച്ച് ചെയ്യാം. നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം. ചിലർക്ക് വന്നിട്ട് ഈ കാശുണ്ടെങ്കിൽ ഇവർക്ക് 2 പേർക്ക് എവിടെയൊക്കെ ട്രാവൽ ചെയ്യാം, എന്തെല്ലാം സ്ഥലങ്ങൾ കാണാം, എന്തെല്ലാം നല്ല നല്ല കാര്യങ്ങൾ കാണാം. ഇത് കുറേ വന്നിട്ട് കുറേ പൊട്ടിച്ചിങ്ങനെ കളയുക എന്ന് പറയുന്ന ഒരു കുറച്ച് വീഡിയോസിന് വേണ്ടിയിട്ട് ഫോട്ടോഗ്രാഫർക്കും വീഡിയോഗ്രാഫർക്കും വേണ്ടി മാത്രം കല്യാണം കഴിക്കണ പോലെ തോന്നിപ്പോവും. അവർക്ക് പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട്. എനിക്ക് അതിനെയൊന്നും ഒട്ടും അംഗീകരിക്കാൻ തോന്നിയിട്ട്. വെഡ്ഡിങ് എന്ന് പറയുന്നത് ആഘോഷിക്കപ്പെടേണ്ടതാണ് അവർ 2 വ്യക്തികൾ. അതെ. ബട്ട് ഇപ്പോൾ ചിലർക്കൊക്കെ എങ്കിലും ഈ പറയുന്ന പോലെ എൻ്റെ കല്യാണം അങ്ങനെ ആകണം ഇങ്ങനെ ആകണം സ്വപ്നമുള്ളവർ ചിലപ്പോൾ അവരുടെ ഒരു ഫിനാൻഷ്യൽ എബിലിറ്റി അനുസരിച്ച് ചെയ്യും. ബട്ട് ഇത് കണ്ടിട്ട് ഇങ്ങനെ തന്നെ വേണം എന്ന് വിചാരിച്ച് ഇല്ലാത്തവരും ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന സെലിബ്രിറ്റിയുടെ കല്യാണ ആഘോഷമാണ്. അവരിപ്പോ നമ്മൾ നയൻതാരയുടെ കല്യാണം ആഘോഷിക്കേണ്ട കോടികൾ നെറ്റ്ഫ്ലിക്സിൽ വിറ്റിട്ടാണ് അവർ എടുത്തത്. മനസ്സിലാകുന്നത്? ഏത് സെലിബ്രിറ്റി ആണെങ്കിലും ഇപ്പൊ നമ്മൾ ആരുടെ ആണെങ്കിലും ഒരു പ്രസവം ഷൂട്ട് ചെയ്ത് വിട്ടാലും അവർ ഉണ്ടാക്കുന്നത് പൈസയാണ് അതിൽ നിന്ന്. അപ്പൊ അതുപോലെ ഞാനും ആയിരിക്കണം, അല്ലെങ്കിൽ എൻ്റെ വെഡ്ഡിങ് ഡ്രസ്സ് ഇങ്ങനെ ആയിരിക്കണം. മനീഷ് മൽഹോത്ര വരെ ഡിസൈൻ ചെയ്ത് ഇട്ട കല്യാണം ഞാൻ ഡിവോഴ്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതിലൊന്നും ഒരു കാര്യമല്ല. അത് ആഘോഷിക്കപ്പെടേണ്ടതാണ്. അത് നമ്മൾ 2 പേരും മാത്രം. ഇപ്പം പിന്നെ കുറച്ച് എനിക്കതിന് പിള്ളേർ മാറിയിട്ട് ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് പോലെ കുറച്ച് ഇതായിട്ടുള്ളവർ അവരുടേതായിട്ടുള്ള ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ആൾക്കാരെ വെച്ച് ചെയ്യുന്നുണ്ട്. അതാണ് കുറച്ചുകൂടെ മാതൃകയായിട്ടുള്ള കുറേ സോഷ്യൽ മീഡിയ ബഡ്ജറ്റ് അനുസരിച്ച് ചെയ്യണം. അതല്ലാതെ വന്നിട്ട് ദൂർത്ത് കാണിച്ചിട്ട് വീട്ടുകാർക്ക് കുറേ കടങ്ങൾ ലോൺ വെച്ച് അതിൻ്റെ ഒന്നും ആവശ്യമേ ഇല്ല. അതിൻ്റെ ഒട്ടും ആവശ്യമില്ല. ഇങ്ങനെ നീണ്ടു നിവർന്ന് നിൽക്കുന്ന ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും സോഷ്യൽ മീഡിയയിൽ വരുന്ന ഇൻഫ്ലുവൻസേഴ്സിന്റെ കല്യാണങ്ങളാണ് അങ്ങനെ ചെയ്യുന്നത്. അവർക്ക് യൂട്യൂബിൽ അതിൽ നിന്ന് കിട്ടുന്നുണ്ട്, വരുമാനം കിട്ടുന്നുണ്ട്. അപ്പൊ അതുപോലെ കൊളാപ്സ് ആയിരിക്കാം. അത് കണ്ടിട്ട് ഇവർ അതേപോലത്തെ ഡ്രസ്സ് വേണം, അത് വേണം, ഇത് വേണം. അതൊക്കെ ഇച്ചിരിയൊക്കെ ബുദ്ധിപരമായിട്ട് ചിന്തിക്കണം കുട്ടികൾ. പിന്നെ എപ്പോഴെങ്കിലും മാറ്റങ്ങൾ വരണം. അതിനിപ്പം ഞാൻ മാറണം. ഞാൻ എപ്പോഴും പറയണമല്ലോ, നമ്മളൊരു വ്യക്തി എന്ന് പറയുന്ന ഒരു രീതി ആൾക്കാർ മാറണം, നമ്മുടെ ചിന്താഗതി മാറണം. ഒരാളെങ്കിലും മാറ്റാനും നമുക്ക് കഴിയണം. അതുപോലെ തന്നെ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലുള്ളവരുടെ ലൈഫ് കണ്ടിട്ട് ഞാനിങ്ങനെ ഈ ഇടയ്ക്ക് മല്ലു അനലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു പേജിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ കമൻസ് വായിച്ചപ്പോഴൊക്കെ നമ്മളും തിങ്ക് ചെയ്യാൻ തുടങ്ങി. അതായത് നമ്മൾ ഈ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ആണെങ്കിലും അവരുടെ ഈ പോഷ് ലൈഫ് കണ്ടിട്ട് നമുക്കിതില്ലല്ലോ എന്ന് ആലോചിച്ച് ഡിപ്രഷൻ ആകുന്ന ഒരുപാട് പേരുണ്ട്. അവർ ആ മൊമെന്റിൽ ഷൂട്ട് ചെയ്യുന്നതാണ്. അവരതിന് വേണ്ടിയിട്ട് അവർ പ്രിപ്പയർ ആയിട്ട് ഇരുന്നിട്ട് ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചുകൊണ്ടിരിക്കുന്ന ബെസ്റ്റ് ഡേ ആയിരിക്കാം. അല്ലാത്ത ഡേയ്സും ഉണ്ട്. അല്ലാതെ വേദനിക്കുന്നുണ്ട്, വിഷമിക്കുന്നുണ്ട്, അല്ലാത്ത ഒരു തല്ലുപിടിക്കുന്ന കപ്പിൾസ് എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നവർ തല്ലുപിടിക്കുന്നതൊന്നും ആരും കാണിക്കുന്നില്ല. കംഫർട്ടബിൾ ആയിട്ടുള്ള കുട്ടികളൊക്കെ ആയിട്ടിരിക്കുന്ന സോഷ്യൽ മീഡിയ വളരെ
വളരെ രീതിയിൽ ഇതിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെയാണെങ്കിൽ കുടുംബജീവിതത്തിലും വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഫെമിനിസം അല്ലെങ്കിൽ ജെൻഡർ ഇക്വാലിറ്റി ഒക്കെ നമ്മൾ നല്ല രീതിയിൽ പറയുമ്പോൾ ആ നല്ല രീതിയിൽ എടുക്കണം. മനസ്സിലായില്ലേ? ഇപ്പോൾ തളർന്നു വരുന്ന ഒരു ഹസ്ബൻഡാണ്, അയാൾക്കൊരു ചായ ഇട്ട് കൊടുക്കുന്നതിനൊരു മോശമല്ല. അപ്പം വന്നിട്ട് ഇല്ല ഞാൻ ഇതാണ് വൈഫാണ്, എനിക്ക് നിങ്ങൾക്ക് ഇത് ഇട്ടുകൂടെ എന്ന് പറയുന്നതല്ല ഫെമിനിസം എന്ന് പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ച് പൊരുത്തപ്പെട്ട് ജീവിക്കുന്നതാണ്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന സാധനങ്ങൾ അങ്ങനെ തന്നെ വിഴുങ്ങി എടുത്ത് പൊട്ടത്തനം കാണിച്ച് സ്വന്തം ജീവിതം തൊലയ്ക്കുന്ന, ഇൻഡിപെൻഡൻസ് വേണം, എനിക്ക് സ്വന്തമായിട്ട് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞു പോകുന്നതൊക്കെ എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്ക് അറിയത്തില്ല. ഒരിക്കലും സോഷ്യൽ മീഡിയ കണ്ണടച്ചങ്ങ് വിശ്വസിക്കുകയോ ചെയ്യരുത്. ഈവൻ നമുക്ക് നിലവിലുള്ള നിയമങ്ങൾ വെക്കണം, കുറച്ചെങ്കിലും കോമൺ സെൻസ് വെക്കണം. അവരുടെ ജീവിതം വേറെ, നമ്മുടെ ജീവിതം വേറെ. നമ്മൾ വേറെ ആയിരിക്കും. ഒരിക്കലും എനിക്ക് നോജാനോ എനിക്ക് കോപ്പി ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് മൈ ലൈഫ്. ഞാൻ ശൈല റാണിയാണ്. ശൈല റാണിക്ക് ശൈല റാണിയുടെ അതിൻ്റെ വീക്ക്നെസ് ഉണ്ടാവും, സ്ട്രെങ്ത് ഉണ്ടാവും, ലൈഫ് സ്റ്റൈൽസ് ചെയ്യാൻ എനിക്ക് മാത്രമേ എൻ്റെ ലൈഫ് അറിയാനുള്ളൂ. അപ്പോൾ ഡിസിഷൻ എടുക്കേണ്ടത് ഞാൻ തന്നെയാണ്. അതുപോലെ ആയിരിക്കണം. മറ്റേത് കണ്ട് അനുകരിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതം ജീവിക്കാൻ പറ്റില്ല. അവരുടെ ജീവിതം കോപ്പി ചെയ്ത് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടാനേ പറ്റുള്ളൂ. ഈ കോപ്പിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഇതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു കപ്പിൾ എന്ന് പറയുമ്പോൾ അവരൊരിക്കലും അവർ അടിയിടുന്നതൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് ചിലപ്പോൾ ഫാമിലീസിൽ ഒരു വഴക്കുണ്ടാവില്ല, അവർ നോക്ക്, അവരെ സ്നേഹിക്കുന്നത് നോക്ക്. നമ്മൾ ഈ അയലത്തെ അദ്ദേഹം സിനിമ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മുന്നിലോട്ട് വെച്ചേക്കാണല്ലോ ഈ ഒരു ലൈഫ്. ഒരിക്കലും അല്ല, അങ്ങനെ ജീവിക്കാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് എന്താണെന്ന് കാണുമ്പം ആ മൊമെൻറ്റിൽ അവരങ്ങനെ ഒരുങ്ങി ചമങ്ങി ഭയങ്കര ക്യൂട്ടായിട്ടൊക്കെ കാണിക്കുന്നതായിരിക്കും അവരെ മക്കളെയൊക്കെ ഭയങ്കരമായിട്ട് നോക്കിയിട്ട്. ശരിക്കും ജീവിതം അതല്ല. ഈ കാണുന്ന ക്യാമറയിൽ ഒപ്പിയെടുക്കുന്നതല്ല ജീവിതം എന്ന് പറയുന്നത്. ജീവിതം എന്ന് പറഞ്ഞാൽ പച്ചയായ ജീവിതമാണ് മറ്റുള്ളത്. അത് കാണണം നമ്മൾ. അത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഇച്ചിരി തലയ്ക്കകത്ത് ബോധം വേണം. ഈ റീൽസ് ഇങ്ങനെ നോക്കി 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 ഇരുന്ന് കഴിഞ്ഞാൽ പറ്റത്തില്ല. അതല്ല ജീവിതം വന്നിട്ട്. നല്ല മെസ്സേജുകളൊക്കെ എടുക്കും, പക്ഷെ നിങ്ങൾ അവർ പറയുന്നത് എല്ലാം മെസ്സേജ് ആവണമെന്നുമില്ല. അത് അവരുടെ ലൈഫിൽ നിന്ന് വരുന്നതായിരിക്കും. അത് തന്നെ നമ്മൾ അഡോപ്റ്റ് ചെയ്യണമെന്നും ഇല്ല. ഇപ്പം ഞാൻ സിംഗിളായിട്ട് ജീവിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാവരും സിംഗിളായിട്ട് ജീവിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. സിംഗിൾ ലൈഫ് അത് എനിക്ക് കംഫർട്ടായിട്ട് തോന്നിയിട്ടാണ്. പറ്റത്തില്ല, ഒരിക്കലും പറ്റത്തില്ല. എൻ്റെ മോൾ എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ഫാമിലി അല്ലെങ്കിൽ ഹസ്ബൻഡ് ആവണം, കുട്ടികളാവണം, അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ മോൾ നേരെ ഓപ്പോസിറ്റ്. അത് അവൾ അമ്മയെ പോലെ ആവണം എന്ന് വിചാരിക്കുമോ? ഇല്ല, അവൾക്ക് അവളുടേതായിട്ടുള്ള ജീവിതമുണ്ട്. അതേപോലെ നമുക്ക് ആരെയും അനുകരിക്കരുത്. ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ ഒട്ടും നിങ്ങൾ അനുകരിക്കരുത്. കുടുംബജീവിതത്തിലാണെങ്കിൽ തീരെ അനുകരിക്കരുത്. നിങ്ങൾ പാർട്ട്ണർ എന്താണ് അതനുസരിച്ചിട്ട് സന്തോഷകരമായിട്ട് ജീവിക്കുക. അങ്ങനെ ഒരു നല്ലൊരു കുടുംബജീവിതം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന്. കുടുംബം എന്ന് പറയുന്നത് അത്രയും മനോഹരമായിട്ടുള്ള ഒരെണ്ണമാണ്. അത് തകർക്കാൻ വളരെ എളുപ്പമാണ്, പക്ഷെ അത് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ സ്വപ്ന തുല്യവുമാണ്. അതെ. അപ്പോൾ എന്തായാലും നമ്മൾ ഒരുപാട് ടോപ്പിക്സ് സംസാരിച്ചു. ഒരുപാട് സന്തോഷം മാമിൻ്റെ ഇത്രയും നേരം ഇരുന്ന് സംസാരിക്കാൻ പറ്റിയത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.